പിന്നെ അപ്പൊ പോവല്ലേ? എവിടുക്കാ പോണേ? അതോ ഇജ്ജ് വരുന്നുണ്ടോ? എന്റെ പ്രശ്നത്തെ കണ്ണാടട്ടില്ല. നമ്മളെ എവിടുക്കാ പോണേ? പോവാ. എവിടുക്കാ പോണേ പറയ്. ആ ഞങ്ങള് പോണേ ചാലിയം ബീച്ചിക്കാണ്. എന്തിനാ അവിടെ ബീച്ചിൽ എന്താ ഉള്ളേ? ആ അവിടെ എന്താ ഉള്ളേ? നമ്മളിപ്പോൾ പോയി ഏകദേശം ചാലിയം ബീച്ചിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ നല്ല വൈബ് യാത്ര ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ചാലിയം ബീച്ചൊക്കെ നല്ല സെറ്റപ്പ് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഏകദേശം അടുത്ത് ഈ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ ഉള്ളിൽ പാർക്കിങ്ങിൻ്റെ പ്രശ്നം. പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ വണ്ടി വെച്ചാൽ അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ബൈക്ക് കാര്യങ്ങളൊക്കെ കയറിപ്പോവാം. ചില വണ്ടികളൊക്കെ ആദ്യം കയറ്റി വെച്ചതുണ്ട്. ഹലോ ഗൈസ്, ഒന്നൂടെ മറ്റേ കേസോടെ അത് ഗൈസ് വന്നല്ലോ. വേറെ കുത്തിർന്നാ മതിയല്ലേ? ഇസോടെ വൈകുന്നേരം മരിബാങ്ക് കൊടുത്ത് നടലൊക്കെ ആയിട്ട് ഇങ്ങനെ അറിഞ്ഞോളി. കണ്ണാടാണോ നിങ്ങക്ക്? കണ്ണാടാണോ? അറിയില്ല. ഒന്നും കാണാൻ 10 രൂപ ഉണ്ടാവുള്ളൂ. എത്ര ഒരാൾക്കോ? ഒരാൾക്ക് 100 രൂപ മതി. 1 2 3 4 5 ആള്. ഞങ്ങള് ഗൈസ് കൊടുക്കാ പോണേ? പറഞ്ഞ കൊടുക്കേ തോണിയില്. അത് വെള്ളത്തിൽ കൂടെ ഉള്ള കളി കേട്ടോ. ഇവിടെ ഒരു ഹൗസ് ബോട്ട് യാത്ര ഉണ്ട്. വൈബുണ്ട് കാര്യം സംഭവം കേട്ടോ. ഒരാൾക്ക് 100 രൂപ. നമ്മൾ 4 പേര് ഏറി 400 രൂപ. അമ്മക്ക് ഇത് വൈബില്ലായിരുന്നു, ഇതിലുള്ള വൈബില്ലായിരുന്നു. അങ്ങനെ അമ്മ അവിടെ തന്നെ ഇരുന്നു. നല്ല വൈബുള്ള സ്ഥലം. നമുക്ക് യാത്രകളൊക്കെ ഉഷാറാക്കി പോകാം. കാരണം സംഭവം എന്താ വെച്ചാൽ ഇതിൽ വോയിസ് ഓവർ കൊടുക്കണ്ടെന്നു. കാരണം ഈ ബോട്ടിൽ പാട്ടും ഇതൊക്കെ ഇട്ടുകൊണ്ടേ വോയിസ് ഓവർ കൊടുക്കുന്നത് നിർബന്ധമായി. രൂപക്ക് മുതൽ യാത്ര കേട്ടോ. വരുന്നവർക്ക് ആസ്വദിക്കാം. എല്ലാവരും വരിക, ആസ്വദിക്കാം. സംഗതി നല്ല വൈബ് സ്ഥലം കേട്ടോ. വരുന്നവർക്കൊക്കെ നല്ല സെറ്റപ്പായി ആസ്വദിക്കാൻ പറ്റിയ ഏരിയ. ബോട്ട് യാത്ര കാര്യങ്ങളൊക്കെ 100 രൂപക്ക് മുതലാണ് എന്ന് വിശ്വസിക്കുന്നു. ആളുകളൊക്കെ നല്ല കയറുണ്ട്. കാരണം സിറ്റിംഗ് സീറ്റും കാര്യങ്ങളും മറ്റേ താഴെയൊക്കെ ഉള്ള ഓരോ ട്യൂബും കാര്യങ്ങളൊക്കെ മറ്റു കൊടുത്തിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ്. എന്തായാലും അതിമനോഹരമായ യാത്ര സമ്മാനിച്ചു. സംഭവം സെറ്റപ്പൊക്കെയാണ്. കുറച്ചൊരു 10-15 മിനിറ്റ് 20 മിനിറ്റൊക്കെ യാത്ര. ചിലപ്പോൾ കുറയാവും. ഇപ്പോൾ സീസണ് പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ടാവും കുറച്ച് 100 രൂപയൊക്കെ ചിലപ്പോൾ അതിലും കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം സീസണാണ്. ഇപ്പോൾ നല്ല ആൾക്കാരുണ്ടാവും. അപ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും. ചിലവരൊക്കെ പറയാം നമ്മളെ യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം അടുത്തുള്ള സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം അത്രയും ചിലവ് നമുക്ക് കുറയും. നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാര്യമില്ല. നമ്മളടുത്താണ് ചാലിയം, മലപ്പുറം ജില്ലേൻ്റെ അടുത്താണ് ചാലിയം, കോഴിക്കോട് ബീച്ച്, കോട്ടക്കുന്ന്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയാണ് ഫാമിലിയൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. കാരണം കുറഞ്ഞ ചിലവിൽ നമുക്ക് പോയി വരാം. ഇപ്പം ബോട്ട് യാത്രയൊക്കെ ആസ്വദിക്കാനൊക്കെ വൈബാണ് സംഭവം. അപ്പോൾ നമ്മളെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ പുതിയതായി സംഭവമൊക്കെ തുടങ്ങിയാണ്. എല്ലാവരും നാട്ടിലൊക്കെ എത്തിയാൽ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഏരിയയാണ്. പിന്നെ ഇവിടെ ഉള്ളവർക്ക് പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, വിശദമായിട്ട് അറിയാം. നമ്മളൊക്കെ കാലങ്ങളായിട്ട് പ്രവാസിയാണ്. അപ്പോൾ ആസ്വദിക്കാം. ഇവരൊക്കെ ഉള്ളവർ ഫുൾ വൈബിൻ്റെ ആൾക്കാർ, ന്യൂ ജനറേഷൻ. പല സ്ഥലത്തും ഇന്ത്യയിലുള്ള പോകാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെയൊക്കെ നല്ല സെറ്റപ്പായിട്ട് സംഭവം. 100 രൂപക്ക് ആസ്വദിക്കാൻ പറ്റിയ മുതലൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഇതിലിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഓൾക്കൊക്കെ നല്ല ആസ്വദിക്കാനും കാണാനും മനസ്സൊക്കെ റീഫ്രഷ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഓൾക്കൊക്കെ ഇതൊക്കെ കണ്ട് കടലും ബോട്ട് യാത്രയും ഒക്കെ ആസ്വദിക്കുക. അപ്പോൾ എല്ലാ ഫാമിലീസൊക്കെ വന്ന് കാണുക.
വൈബും വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു യാത്ര അത്രേ പറയാൻ പറ്റുള്ളൂ. ബേപ്പൂരൊക്കെ അവിടുന്ന് കാണാൻ നല്ല അടിപൊളി യാത്ര. അതിൽ പൈസ ഉണ്ടോ? കുറച്ച് പൈസ ഉണ്ടോ കേട്ടോ? എൻ്റെ അടുത്ത് പൈസ ഇവിടെ ഉറുപ്പ്യ പെരയില് പൈസ ഇല്ലേനോ? അതോടെ പന്തലൊക്കെ എടുത്തു വരും വെയിലുള്ള. ഇനി ഇത് വാങ്ങട്ടെ നമുക്ക്. ഇത് താർപ്പായി ഇവിടെ ഇവിടെ ഉണ്ടോ? നോക്കി അയച്ചുണ്ടാവും. പെരേ താർപ്പായിട്ട മഴ ഉണ്ട്, വിറക് നനയും. അപ്പോഴാണ് ഞങ്ങളെ ടൂറ്. സംഭവം യാത്രക്കല്ല ഇപ്പ ചെറിയ 2 മക്കളുണ്ട്. 3.5 വയസ്സായ ഒരാളിപ്പോ തോളിൽ കിടക്കുന്ന പ്രായമാണ്. അപ്പൊ ഈ 2 വയസ്സ് 3.5 വയസ്സായ രണ്ടാളും ഒരാൾ അടങ്ങിക്കും നടക്കുമ്പോഴൊക്കെ. അവന് സാധനങ്ങൾ കുറെ കണ്ട അത് വാങ്ങേണ്ടി വരും. ഒരാൾ മാടിനെ കണ്ട വൈത്തല കൂടും. പിന്നെ ഓൻ്റെ വൈത്തല പോകാൻ വേറൊരാളെ നമ്മൾ കൂലിക്ക് ഏൽപ്പിച്ചണം. അത്രയും പാച്ചിലാവും പോയി. എങ്ങനെയൊക്കെ പോവാ. അത് ബേപ്പൂരാണ്, അത് ബീച്ചല്ല. ഇതാണ് ബീച്ചിന്റെ ലൊക്കേഷൻ വന്നു കേട്ടാ. ഇവിടെ വേസ്റ്റ് പറഞ്ഞിട്ട് കുറെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ നല്ല വേസ്റ്റ് വിട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടില് എന്ത് പറഞ്ഞാലും അതിന് വിലങ്ങാതെ ചെയ്യാം. പിന്നെ യാത്രകളെ നമ്മള് ഇപ്പോഴും ആസ്വദിക്കണം. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വന്നാട്ട് ബോട്ടിൽ കുപ്പിയും കവറ് കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ നാടിനോട് ചെയ്യണ നമുക്കുള്ള ഒരു ദ്രോഹമാണ് സംഭവം. ഇതിലെ വണ്ടി യാത്ര നമ്മൾ പരമാവധി ഒഴിവാക്കണം. വാഹനയാത്രകൾ ഒഴിവാക്കണം. കാരണം ആൾക്കാർ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിൽ റോഡുണ്ട്, സംഭവമൊക്കെ ശരിയല്ലേ. അതിൽ നമ്മൾ വണ്ടി കയറ്റി പോകുമ്പോൾ മറ്റേ ആൾക്ക് അപകടങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏതായാലും ഒഴിവാക്കണം. കാരണം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവമൊക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റപ്പിൽ അത് കൊണ്ടുപോവാം എന്ന്. പറയാൻ പാടുള്ളൂ കേട്ടോ. നീ പപ്പനോട് ലൈസ് ഒന്നും ചോദിച്ചത് കേട്ടോ. മാങ്ങിയും ചോദിച്ചത് കേട്ടോ. മുണ്ടാതെക്കണം. സംഭവം എന്താ വെച്ചാൽ കുറേ നടന്ന് ഇങ്ങോട്ട് വരാണ്ട് ചാലം ബീച്ച് കാണാൻ നല്ല വൈബാണ്. നല്ല വൃത്തിക്കാണ് ഇപ്പം നിൽക്കുന്നത്. വലിയൊരു കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബീച്ച് സൈഡ് നല്ല ചണ്ടി ചമ്മലൊക്കെ ഉണ്ട്. വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ് ക്യാനും വേസ്റ്റ് സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. ബക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ആൾക്കാർ വേസ്റ്റ് നിലത്തെ വലിച്ചെറിയുള്ളൂ. അതൊക്കെ ക്ലീൻ ആക്കാൻ നേരിക്കും. അതിനൊരു ടീമിനെ ഏൽപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയ സെറ്റപ്പൊക്കെ കുറച്ച് ദിവസം കൊണ്ടുപോയി അരപ്പോവും. എന്ത് തേങ്ങ ഉടങ്ങിട്ടെന്തായാലും ഇവിടെ ഫുള്ള് സംഗതി ആൾക്കാർ വേസ്റ്റ് ഇട്ടാണ് ഫുള്ള് അരപ്പാക്കി വെച്ചത്. എന്ത് വീച്ചുണ്ടാക്കിയിട്ടും കാര്യമില്ല. നമ്മളെ ചെരുപ്പും മഞ്ഞയും എല്ലാം ഇവിടെ വേസ്റ്റ് പാത്രം വെച്ചിട്ട് ലോട്ട് കൊടുക്കണം. ഇറങ്ങണില്ലേ? ഈ കടൽക്ക് വരുന്നില്ലേ? പേടിയാ? അതോ ഇവിടെ കേറിക്കാതോ നേരത്തെ വീണേർക്ക് വീക്കണ്ട. അതെ വലിയ മര ഇതോടെ ഇത് ഇറങ്ങണില്ല. അവന്റെ ഷൂപ്പ വെള്ളം കേട്ടോ. കുട്ടി ഇറങ്ങണില്ല. നോക്കെ പേര് നോക്ക്. ചാടുന്നില്ലേ? നീ ചാടുന്നില്ലേ? നോക്കിയ ഓ ഗൈസ് വെള്ളം വരുന്ന ഗൈസ്. ഓടടാ ഗൈസ്, ഓടടാ ഓട്ട. എന്റെ പാൻറ്റൊക്കെ നനഞ്ഞരപ്പതിന്, നനഞ്ഞ് പിണ്ടിയതിന്. എങ്ങനെ വന്ന് തിരമാല? എങ്ങനെ തിരമാല നീര് വെള്ളം മേത്തേക്ക് എങ്ങനെ?
സൂര്യാസ്തമയമൊക്കെ കാണാൻ നല്ല വൈബാണ് സംഭവം. ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല, ഏതായാലും തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. സൂര്യാസ്തമയമൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴേക്കും നല്ല നേരം വൈകും. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങളെ ബീച്ച് വൈബൊക്കെ കഴിഞ്ഞ് നേരെ കട്ടൻസ് കയറിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് സംഭവം. നല്ല ഫുഡ് സംഭവമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരിക. നമുക്ക് അതൊന്നും അറിയില്ല. ഇവിടെ ഉള്ള ആൾക്കാർക്ക് എവിടെ ഫുഡ് കാര്യങ്ങൾ അങ്ങനെ വൈബ് സംഭവമൊക്കെ അറിയുള്ളൂ. നേരെ കട്ടൻസ് കയറി പാർക്കിംഗ് ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ കയറി ഫുഡ് കഴിക്കാനുള്ള. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ആക്കി ഇങ്ങോട്ടാക്കി. നമ്മളാണെങ്കിൽ തട്ടുകടയിലൊക്കെ പോയാണ്ട് ഫുഡ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് കട്ടൻസ് വലിയ സെറ്റപ്പേ പറ്റുള്ളൂ. ഇപ്പോൾ വീഡിയോ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകണില്ല. അപ്പം ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ച് ഇന്ന് വയറ് നിറഞ്ഞ് വീട്ടിൽ പോകണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.